ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു S&T ഫുഡീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി മുട്ടക്കറി ആയിട്ടാണ്. നിങ്ങൾ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ടല്ലേ? ഇതുപോലെ ക്രീമിയും സ്പൈസിയുമായിട്ടുള്ള മുട്ടക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അഫ്ഗാനി സ്റ്റൈൽ മുട്ടക്കറിയാണ്. ഇത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. നമുക്ക് ഈ മുട്ടയൊന്ന് പുഴുങ്ങാൻ വെക്കാമേ. ഈ മുട്ടയൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്കൊരു കടായി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ഇട്ട് ഇളക്കി അഞ്ചോ 6 വെളുത്തുള്ളി അല്ലിയും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 3 പച്ചമുളകും ഇട്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം കേട്ടോ. ഒന്ന് വഴറ്റി ഇതിലേക്ക് 10 കാഷ്യൂനട്ട് ചേർത്തിളക്കി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വരുന്ന ഓൾ എന്ന ബെൽ ഐക്കോൺ പ്രസ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഇതൊന്ന് ചെറുതായിട്ട് വഴന്നു കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കണം. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി പുഴുങ്ങി വെച്ച മുട്ടയൊന്ന് ഇതുപോലെ ഒരു കത്തി വെച്ച് വരഞ്ഞെടുക്കാമേ. എന്നിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ഈ മുട്ട ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഒന്ന് വഴറ്റി എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. ഇതേ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് അരച്ചു വെച്ച പേസ്റ്റ് ചേർത്ത് ഒന്ന് ചെറുതായിട്ട് വഴറ്റി അര കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വേണം വെക്കാം കേട്ടോ. എന്നിട്ട് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും
1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി രണ്ട് മിനിറ്റ് മൂടി വെക്കാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ക്രീമും കസ്തൂരി മേത്തിയും ചേർത്ത് ഇളക്കി വഴറ്റി വെച്ച മുട്ട ചേർത്ത് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അഫ്ഗാനി മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കേട്ടോ, അത്ര ടേസ്റ്റാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും റൊട്ടിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ സ്പൈസി ആൻഡ് ക്രീമി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇത്. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ ചിക്കൻ കറി ഒന്നുമില്ലെങ്കിലും ഈ ഒരു മുട്ടക്കറി വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അത്ര ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഇടാൻ മറക്കരുതേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു നല്ല റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. Bye.